ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു കൊച്ചു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ഈവനിങ് വ്ളോഗാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീട്ടിൽ ഇരുന്ന് ആകെ ബോറടിച്ചിരുന്ന സമയത്ത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു പാർക്കാണിത് കേട്ടോ. ഇവിടെ എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് എക്സസൈസ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കൂടുതലും പ്രായമായ അപ്പൂപ്പനും അമ്മൂമ്മമാരൊക്കെ വരുന്ന സ്ഥലം. അവർക്ക് കാലിനും കൈക്കൊക്കെ വേദനയൊക്കെ ഉള്ളവരായിരിക്കും. അവർ ഇവിടെ വന്ന് എക്സസൈസൊക്കെ ചെയ്യും. ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. വീട്ടിൽ ഇരുന്നൊന്ന് ബോറടിച്ചപ്പോൾ ഞങ്ങളും പതുക്കെ ഇങ്ങോട്ടൊന്ന് ഇറങ്ങിയതാണ്. ഇവിടെ നിന്ന് വെച്ചാൽ നമുക്കൊന്ന് മൈൻഡ് റിഫ്രഷ് ചെയ്യാനും ഒന്ന് ഈവനിങ് വോക്കൊക്കെ ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. ഒരുപാട് ചെടികളും പൂക്കളും മരങ്ങളും ഒക്കെ ഉള്ള കാരണം നമുക്ക് മൈൻഡ് തന്നെ ഒരു എന്താ പറയുക, ഒരു സന്തോഷം തോന്നും. ഇരുന്ന് സംസാരിക്കാനൊക്കെ ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പിന്നെ കുട്ടികൾക്കായാലും അവർക്കും കളിക്കാൻ ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഊഞ്ഞാലുണ്ട്, അവർക്കും കൈയും കാലും ഒക്കെ നനക്കാനും അവർക്കും എക്സസൈസൊക്കെ ചെയ്യാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. സച്ചു വന്ന പാടെ ഉടനെ ഊഞ്ഞാലെ കയറിയിരുന്നു. അവനതേ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം അവനും ആകെ മടുത്തു. വീട്ടിൽ ഇരുന്ന് ആകെ ബോറടിച്ചിരുന്നപ്പോൾ ഞങ്ങൾ പതുക്കെ ഒന്ന് ഞങ്ങളുടെ തൊട്ടടുത്തുള്ളൊരു പാർക്കാണ്. ഈ ഒരു ഭാഗം എന്ന് പറയുമ്പോഴത്തേന് എനിക്ക് നാടൊത്തിരി മിസ് ചെയ്യും. കാരണം കുയിലിൻ്റെ ശബ്ദവും ചെറിയൊരു കാറ്റും ചെറിയൊരു തണുപ്പും ഒക്കെ ആയപ്പോൾ എനിക്ക് നാടൊത്തിരി മിസ് ചെയ്തു. ഈ ഒരു ഭാഗം എന്ന് പറയുമ്പോൾ നമുക്ക് മൈൻഡ് തന്നെ നല്ല ഒരു സന്തോഷം തോന്നും, ഒരു റിലാക്സേഷൻ തോന്നും. കാരണം നമ്മൾ ജോലിയൊക്കെ ചെയ്ത് കുട്ടികളോടൊക്കെ അലച്ച് ഒക്കെ മടുത്തിരിക്കുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ വന്നിരിക്കുന്നതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായിരിക്കും. ഇപ്പോൾ കുട്ടികളായാലും അവർക്കും ഇപ്പോൾ സച്ചു സീനിയർ LKG പഠിക്കുന്നത്. എന്നാലും അവന് ഒരുപാട് അസൈൻമെൻറ്റും ഒരുപാട് ഹോംവർക്കും ഒക്കെ ചെയ്യാനും. അപ്പോൾ കൊച്ചായാലും ഇതൊക്കെ ചെയ്ത് അവനും മടുത്തു. അപ്പം ജസ്റ്റ് ഞങ്ങളൊന്നൊരു ഈവനിങ് വോക്കിന് വേണ്ടി ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ്. സൂര്യനാണ് പതുക്കെ ഒത്തിരി വെളിച്ചം വരുന്നില്ല, കാരണം ചെറിയൊരു മൂടൽമഞ്ഞ് പോലെയൊക്കെ ഉണ്ട്, നല്ലൊരു തണുപ്പുമുണ്ട്. ഈ ഒരു ചെടി കണ്ടോ, ഈ ഒരു ചെടി എന്ന് വെച്ചാൽ നമ്മുടെ മന്ദാരയില്ലേ, നാട്ടിലെ വെള്ള കളറ്, സെയിം മന്ദാരത്തിൻ്റെ അതേ ഇല കറക്റ്റ് അത് തന്നെ കേട്ടോ. പിന്നെ ആ പൂവിൻ്റെ കളറും പിന്നെ ആ ഇതളൊക്കെ വ്യത്യാസമുണ്ട്, ബാക്കിയെല്ലാം സെയിമാണ്. ഈ ഒരു പാർക്കിൽ വന്നിരിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് കേട്ടോ. നല്ലൊരു കാറ്റും ചെറിയൊരു വെയിലും ചെറിയൊരു തണുപ്പൊക്കെ ആകുമ്പോഴത്തേന് നല്ലൊരു മനസ്സിന് തന്നെ ഒരു സന്തോഷം എനിക്ക് തോന്നുന്നു. ഞാൻ സാധാരണ ഇവിടെ വരുമ്പോൾ ഇവിടെയാണ് ഇരിക്കാറ്. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ അവർ കളിക്കുന്നൊക്കെ കാണാം. പിന്നെ ഈ മരങ്ങളൊക്കെ കാണുമ്പം നമ്മുടെ നാട്ടിലെ ചെറുപ്പത്തിലെ കാര്യമൊക്കെ ഇങ്ങനെ ഓർമ്മ വരും. നല്ല കാറ്റുണ്ട് കേട്ടോ. വീട്ടിൽ ഇരുന്ന് ആകെ മടുപ്പടിച്ചപ്പോൾ ചുമ്മാ ഇടയ്ക്ക് ഇങ്ങനെ ഇറങ്ങാറുണ്ട്. വെയിൽ ഭയങ്കര കുറവാട്ടോ. പിന്നെ മഞ്ഞുള്ള കാരണം ചെറിയൊരു വെയിലേ ഉള്ളൂ. കൂടുതലും പ്രായമായ അമ്മമാരും അപ്പൂപ്പന്മാരൊക്കെയാണ് ഇവിടെ വരുന്നത്. അത് കണ്ട ഒരാളിവിടെ അതിൽ കയറിയതാണ്, താഴെ മറിഞ്ഞിട്ട് വീണു. പിന്നെ നമ്മുടെ മറ്റേ കോളാമ്പി ചെടി, അത് വേറെ രീതി, എൻ്റെ ഇലയൊക്കെ വ്യത്യാസം. പിന്നെ ഞാനും ഇവിടെ കുറച്ച് പേരൊക്കെ ഒന്ന് എക്സസൈസൊക്കെ ചെയ്തു. എന്താ പറയുക, ഒരു കാലിനൊക്കെ ഒരു റിലാക്സേഷൻ കിട്ടി. ഇവിടെ കുറേ നേരമൊക്കെ ഇങ്ങനെ ഇരുന്ന ശേഷം ഞങ്ങൾ നേരെ പച്ചക്കറി മേടിക്കാൻ പോയി. പച്ചക്കറിയൊക്കെ തീർന്നു. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലം തന്നെയാണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറി ഇവിടെ കിട്ടും കേട്ടോ. അപ്പോൾ പച്ചക്കറിയൊക്കെ മേടിച്ചു. ഇത്രയാണ് നമ്മുടെ ഈവനിങ് വ്ളോഗ്. താങ്ക് യു ഫോർ വാച്ചിങ്.